മാസ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി അടുത്തൊരു പഞ്ചിങ് ടീമാണ് വരാൻ പോകുന്നത്. നല്ല കിഡിലൻ ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ ചിരിച്ച് മറിയാറുണ്ട് ഇവര് വരുമ്പോ. അപ്പൊ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം അനീഷ് പാപ്പാല ചേട്ടൻ, സൂര്യശ്രീ ചേച്ചി ആൻഡ് ശ്രീധർ ചേട്ടൻ. വേറെ കുപ്പിയാണ്. ഓ ആ നിന്റെ വെളിയിൽ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. പാലം പണിക്ക് കല്ലിട്ടിട്ടുണ്ട്, അതോടെ കൂടി തീരെ നിന്റെ അഹങ്കാരം. പിന്നെ പാലമണിക്ക് നിങ്ങൾ കുറെ പ്രാവശ്യം കല്ലിട്ട് ആ കല്ലേ കൂടെ നടന്ന് അക്കരെ പോയാലും ഇവിടെ പാലം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കൊള്ളാം, നിനക്ക് നല്ല സങ്കടം ഉണ്ടല്ലടാ. പാലം വരുന്നില്ല. അല്ലല്ല, സ്വന്തം മുറപ്പെണ്ണിനെ വേറൊരുത്തൻ കെട്ടിക്കൊണ്ട് പോയല്. അല്ല, നാട്ടിൽ ഇറങ്ങിയപ്പോ ഞാൻ അറിഞ്ഞതാ അവരിന്ന് വിരുന്നിന് വരുന്നുണ്ടെന്നോ, നിന്റെ വള്ളത്തിലാണ് അക്കരയ്ക്ക് പോകുന്നതെന്നോ. നിന്റെ സമയോടെ ഏത് നേരത്തെ വെള്ളം എടുത്ത് ഇറങ്ങാൻ തോന്നിയത് എന്നെ തേച്ചിട്ട് പോയിട്ട് ദാ വരുന്നു. രാമൻകുട്ടി, മനസ്സിലൊന്നും വെച്ചേക്കല്ലേടാ. ഞാൻ രാമൻകുട്ടിയാണ്, മരക്കുറ്റിയല്ല. മനസ്സിലൊന്നും വെച്ചേക്കല്ലേ. സാഹചര്യം കൊണ്ടല്ലേ രാമൻകുട്ടി. കിച്കിച്ചുണ്ടല്ലേ, മിക്സ് തരാം ഞാൻ. ഇതിനിടയ്ക്ക് പരസ്യം പറയലടി. നീ എന്നെ തേച്ചിട്ട് പോയതിനു ശേഷം എന്റെ വീട്ടുകാർ കളിയാക്കല്, നാട്ടുകാർ കളിയാക്കല്, കൂട്ടുകാർ കളിയാക്കല്, അവസരം കളിയാക്കല് സഹിക്കാൻ വയ്യാതെ വള്ളം എടുത്തോണ്ട് ഞാൻ നടുക്കടലിൽ പോയി ആത്മഹത്യ ചെയ്യാൻ. വെള്ളം എടുത്ത് അടുക്കളയിൽ പോയോ? അടുക്കളയിൽ പോയെന്നല്ല, നടുക്കടലിൽ പോയെന്ന്. അവിടെ ചെന്നപ്പോ മീനുകളെല്ലാം കൂടി വട്ടം കൂടി എന്നോട് ചോദിക്കുവാണ്, അമ്മാവന്റെ തേച്ചിട്ട് പോയത്, അമ്മാവന്റെ മോളെ തേച്ചിട്ട് പോയതെന്ന്. എന്നിട്ട് ഞാൻ തിരിച്ചു നിനക്കറിയാമോ? എനിക്കറിയാം, നിനക്ക് നല്ല സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പോയ സങ്കടത്തിൽ നീ ബീഡി വലി തുടങ്ങിയല്ലേ. നിന്റെ ചുണ്ട് ഇങ്ങനെ കറുത്തിരിക്കുന്നത്. നീ പോയത് സഹിക്കാൻ വയ്യാതെ കരിയാൽ തേച്ച വള്ളത്തെ കടിച്ചു പിടിച്ച് കറങ്ങിയതാണ് ഞാൻ. അതൊക്കെ പോട്ടെ. നിന്റെ കെട്ടിയ ചെറുക്കനെന്ന് ജോലി തേപ്പാ. അത് നീയല്ലേ? അതല്ല, തേപ്പിന്റെ പരിപാടിയാണ് ചേട്ടൻ. ഈ ഇസ്തിരിയുടെ ഒക്കെ പരിപാടിയാ. എങ്ങനെയുണ്ട് കാണാൻ? കാണാൻ മൊഞ്ചനാ. നിനക്ക് മൊഞ്ചായി, എനിക്കത് മുടഞ്ഞോനാ. എനിക്കറിയാം രാമൻകുട്ടി, സത്യത്തിൽ എനിക്ക് അങ്ങനെ അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല. അയ്യോ, കൂടുതൽ കള്ളത്തരെന്ന് പറയല്ലേ. നിന്റെ വീട്ടിൽ പോയപ്പോ അമ്മായി എനിക്ക് നിന്റെ കല്യാണ ആൽബം എടുത്ത് കാണിച്ചെന്ന്. ഞാൻ കണ്ടു നീയൊക്കെ രണ്ടെണ്ണം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ. അത് ക്യാമറ ടെക്നിക്ക്. അത് ക്യാമറ ടെക്നിക്കല്ല, അത് നിന്റെ ടെക്നിക്ക്. നിന്റെ ടെക്നിക്ക് മാത്രമാണ്. രാമൻകുട്ടി, നിനക്ക് എന്നെക്കാട്ടി നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടും. അയ്യാട്ടാ, തേച്ചിട്ട് പോണ പെണ്ണുങ്ങളെ സ്ഥിരം ഡയലോഗാണ്. എന്നെക്കാട്ടി വേറെ നല്ല പെണ്ണുങ്ങളെ കിട്ടും. എന്നാൽ ഈ തേക്കുന്നതിന് മുമ്പ് ഇവിടെ പറയുന്നതാണ്, എവളെക്കാട്ടി നല്ല പെണ്ണുങ്ങൾ ഈ ലോകത്തിലില്ലാന്ന്. കൊള്ളാം കേട്ടെ, കൊള്ളാം. എടി, നിന്റെ അച്ഛൻ കാർത്തികേയൻ നിന്നെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട് നിന്റെ വീട്ടിലെ എല്ലാ ജോലികളും കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അറിയാലോ നിനക്ക്? രാമൻകുട്ടിക്ക് അറിയോ, അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം എന്നോട് പറഞ്ഞാൽ അത് വേണ്ട എന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല രാമൻകുട്ടി. അപ്പൊ അച്ഛൻ നിന്നെ ട്രെയിൻ ചാടാൻ പറഞ്ഞാല? ഇല്ല. വിഷം കുടിക്കാൻ പറഞ്ഞാല? ഇല്ല. കിണറ്റി ചാടാൻ പറഞ്ഞാല? ഇല്ല. കെട്ടാൻ പറഞ്ഞാല? കെട്ടും. അത് അല്ല, അതൊക്കെ ആവുമ്പോ ആദ്യത്തെ എന്റെ ജീവൻ പോകുന്ന കേസല്ലേ. അല്ല, അവസാനം പറഞ്ഞ വല്ലോമാരെ ജീവിതമാണല്ലോ പോകുന്നത്. ശരി, നിന്റെ പിറകെ നടന്ന സമയത്ത് ഞാൻ 4 അക്ഷരം പഠിച്ചിരുന്നെങ്കിൽ ഞാനിന്ന് കളക്ടറാ, ഇന്നോവയിൽ പോകുന്ന കളക്ടർ. എത്രാം ക്ലാസ് വരെ പഠിച്ചു? 5ാം ക്ലാസ് വരെ. 5ാം ക്ലാസ്സുകാരനൊക്കെ ഒരു കളക്ടർ ആയാലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. പക്ഷെ എന്തായാലും ഒരു ഇന്നോവ വാങ്ങിച്ചൂടെ കെട്ടിട്ടുണ്ടല്ലോ. ആക്കല്ലേ, കൂടുതൽ ആക്കല്ലേ. അതുകൊണ്ട് ആ കാഞ്ഞറ ചേച്ചിയുടെ മോളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞാണ്. അവര് പിറകെ നടന്നെന്റെ. എന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല, തിരസ്കരിച്ചേ. നിന്നെ കെട്ടാൻ പറ്റും, നിന്നെ കെട്ടാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. എടി, നിന്റെ അച്ഛൻ കാർത്തികേയ ഉണ്ടല്ലോ, നിന്റെ കല്യാണ കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ച്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് മിണ്ടിയ നിനക്കെന്താ അടിച്ചേതം, നിനക്കെന്താ അടിച്ചേതം? കൊണ്ടാവടി റോട്ടിലൊരു പാമ്പ്, റോട്ടിലൊരു പാമ്പ്. കാർത്തികേയ വളർത്തി ഒരു മൂത്ത മോളെ കാത്തു, മൂത്ത മോളെ കാത്തു. രാമൻകുട്ടി, ചതിക്കരുത്. ചേട്ടൻ അവിടെ നിപ്പോണ്ട്. നീ ഇങ്ങനെ പറഞ്ഞ എന്റെ ജീവിതം തകരും. ഇടി, നിന്റെ അച്ഛൻ നിനക്ക് കെട്ടിച്ചെന്ന ദേശാടന കളിയാണ്. അങ്ങനെ ഒരു പഞ്ചവർണ്ണത്വത്തെ നടന്നു വരുന്നു. ഞങ്ങളുടെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ മമ്മൂട്ടിയാ. ഇത് നിങ്ങളുടെ നാട്ടിലെ മമ്മൂട്ടിയാണെങ്കിൽ ബാക്കിയുള്ള നടന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? മമ്മൂട്ടി ഞാൻ സാധനം എടുക്കുന്ന ഗ്യാപ്പിലേക്ക് പോകുന്നല്ലേ? അടിക്കുമല്ലേ? എന്ത് സാധനം എടുക്കാൻ പറ്റുന്ന ഈ സാധനം? ഇതാരാ ഇത്? ഇത് ഞങ്ങളുടെ ഒരു അമ്മാവന്റെ ഒരു അകന്ന ബന്ധുവാ. അകന്ന ബന്ധു എന്ത് ചെയ്യുന്നു? ഞാൻ കടത്ത കള്ളക്കടത്ത
വള്ളക്കടത്ത്. വള്ളക്കടത്താ? ഓ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ജലസഞ്ചാരിയെ കണ്ടിട്ടില്ല. അയ്യോ, ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു ഫോട്ടോ ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്ത. തേച്ചവനും തേക്കപ്പെടാൻ പോകുന്നവനും അങ്ങനെ പേരെന്തോന്ന്? തുമ്പമൺ വേണു. മണ്ണ് പറ്റൂലേ? എന്തിന്? അല്ല, വേണുവിന്റെ ഇവിടെ വീഴുന്ന മണ്ണ് കണ്ട്. അയ്യോ, തുമ്പമൺ വേണു എന്റെ പേരാ പറഞ്ഞത്. ഇതെന്താ സാധനം? ഇത് തോണി. അത് കേറുന്നല്ലേ? അത് ഏണി. അത് ഏണി. ഇത് തോണി. അത് പറ. ഇതെന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത്? ഇത് അടിച്ചുവിട്ട് ആരെങ്കിലും പോയി കടിക്കും. എല്ലാത്തിനും അങ്ങ് മറുപടി എന്നോട് ഇതിന്റെ നാട്ടുകാരൻ. എനിക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ അഡ്വാൻസ് കൊടുത്തതാ. എന്തിനു വാങ്ങിക്കാത്ത? എന്ത് നാട്ടിൽ പുഴയില്ലല്ലോ. ഇതിന്റെ അഡ്വാൻസ് കൊടുത്തത്? ഭ്രാന്ത്. ആരാന്നാ പറഞ്ഞത്? അകന്ന ബന്ധു. അത്ര അകന്ന ബന്ധു ഒന്നും അങ്ങനെ അകന്ന ബന്ധു ഇങ്ങനെ ചെയ്യയില്ല. പറ നിങ്ങൾ തമ്മിലുള്ള റിയാക്ഷൻ പറ. നിങ്ങൾ തമ്മിലുള്ള മറ്റേ ബന്ധം. അത് റിയാക്ഷൻ അല്ല, റിലേഷൻ. എന്നെ തിരുത്താൻ പറ്റില്ലേ? സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അധ്യാപകർ പറഞ്ഞ എന്താണെന്നറിയാമോ? നീ സ്കൂളിൽ വരേണ്ടവനല്ല, വീട്ടിൽ ഇരുന്ന് പഠിക്കേണ്ടവനെന്നാണ്. എന്നോട് ഒരു അധ്യാപകൻ പറഞ്ഞതാ. കഴിവേറെയാ മോനെ എനിക്കെന്ന്. എന്റെ അടുത്ത് പറഞ്ഞതാ. ഒരു അധ്യാപകനല്ല, 7 പേര്. എനിക്കും അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നുണ്ട്. എന്നെ ആദ്യമായിട്ടല്ലേ കാണുന്നത്? അങ്ങനെ തോന്നിയില്ലേ? അതാണ് ഞാൻ. ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവളെ അമ്മയുണ്ടല്ലോ, ഇവളെ അമ്മയുടെ അമ്മയാണല്ലോ ഇവളെ അമ്മമ്മ. ഈ അമ്മമ്മയ്ക്ക് 3 മക്കളാണ്. മൂത്ത 2 ആമക്കളും ഇളയത് ഇവളെ അമ്മയും. ഈ മൂത്തമോൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ചവറയെന്ന സുശീലെ. ആ സുശീലയും ഈ മൂത്തമോൻ ഉണ്ടായ മോനാണ് ഈ മോൻ ഞാൻ. എന്നാലും നീ പറയല്ല അടുത്ത മുറത്തിറക്കനാണോ? എന്തിനാണ് സമയം കളയണം? ചേട്ടാ, എന്തിനു നമ്മൾ ഇയാളോടൊക്കെ വെറും ലോക്കൽസ്. വാ ചേട്ടാ, നമുക്ക് പോവാം. അങ്ങോട്ടില്ല ഇങ്ങോട്ട് വെള്ളം. ലോക്കൽസ്. What do you say? Locals? I am locals. Not locals. I am coolies. Wallam bullets. That's the last time. The more words, I will pull out your tongue. Sorry, കണ്ട നിന്റെ നാട്ടുകാരുടെ ഇംഗ്ലീഷ് കേട്ടോ? നീ ഇംഗ്ലീഷ് അങ്ങാടി പടം 10 വട്ടം കണ്ട ആരായാലും ഇത് പറയും. നമ്മൾ എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് പോകാം. എനിക്ക് ഇതിന്റെ ബന്ധം പറയണം. എനിക്കിത് പറഞ്ഞില്ല എനിക്ക് ഒരു സമാധാനമില്ല. ഞാൻ പറയും. സത്യം പറഞ്ഞ എവളച്ഛൻ കാർത്തികേയൻ എവളെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചതാണ്, അറിയാമോ? അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിലും അങ്ങനെ ചെയ്യൂ. ആര് വിശ്വസിക്കുന്നു? തെളിവില്ലല്ലോ. തെളിവുണ്ട്. അതായത് കുഞ്ഞുനാളില് ഞാൻ ഇവളെ വീട്ടിൽ തന്നെ ഇരുന്നു. രാവിലെ ഫുഡ് അവിടെ നിന്ന്, ഉച്ചയ്ക്ക് ആഹാരം അവിടെ നിന്ന്, വൈകുന്നേരം ആഹാരം അവിടെ നിന്ന് ഇറന്ന് തീറ്റി. എന്നിട്ട് ഇവള് നന്നായിട്ട് പഠിക്കും. ഞങ്ങൾ ഇവിടെ കളിക്കാനൊന്നും വിടൂല. ഞങ്ങളാണെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിലാണ് പോകുന്നത്. അപ്പൊ ഇവളെ പഠിത്തത്തിന് ഇവളെ അച്ഛൻ പ്രോത്സാഹിപ്പിക്കും. ഞങ്ങളുടെ ആക്ടിവിറ്റീസിന് മാത്രമേ ഇവളെ അച്ഛൻ പ്രോത്സാഹിപ്പിക്കൂല. എന്തായിരുന്നു നിങ്ങളുടെ ആക്ടിവിറ്റി? പാളയിൽ നിരങ്ങി കളി, പിന്നെ കച്ചി കളി, പിന്നെ കല്ലെടുത്ത് തുമ്പി അങ്ങനെയുള്ള കളി. ഇതൊക്കെ ഒരു ആക്ടിവിറ്റി ആണോ? സമയമില്ല. പറയട്ടെ. എന്റെ തെളിവുണ്ട്. തെളിവ് കാണിച്ചു തരായിരുന്നു. തെളിവ് ഇത് കണ്ട പെട്ടി. രാമൻകുട്ടി, അപ്പൊ നീ എന്നെ ചതിക്കുമായിരുന്നില്ലേ? നീ എന്നോട് പറഞ്ഞ കല്യാണത്തിന് മുമ്പ് എല്ലാ തെളിവ് നശിപ്പിച്ചു കളഞ്ഞു. അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ? അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് അറിയണം. ഒരു കാര്യമില്ല. ഉറപ്പാണ്? ഉറപ്പ്. ഈ പെട്ടിയുടെ നമ്പർ എത്രയാണ്? 3210. ഓക്കെ. ഒരു തെളിവുമില്ല. ആ നമ്പർ സെറ്റ് ചെയ്ത് കൊടുത്തത് ഞാനായിരുന്നു. അത് നല്ല നമ്പർ ആയി പോയത്. ഇത് കണ്ട എന്താ അത്? അതായത് ഇവളെ കല്യാണം കഴിച്ചു തരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദിവസവും ഓരോ രൂപ വീതം ഇട്ട് വെച്ചിരുന്ന എന്റെ കുടുക്ക. എന്നിട്ട് ഇവള് വേറൊരുത്തർ കെട്ടിക്കൊണ്ടുപോയി. അവള് വേറെ കെട്ടിപ്പോയാൽ എന്താ? നിന്റെ കുടുക്ക നിന്റെ തന്നെ ഉണ്ടല്ലോ. വെച്ചാ പോരെ. അപ്പം ഈ കുടുക്ക ഞാൻ എന്ത് ചെയ്യും? പൊട്ടിച്ച് കളടാ. ഇനി എന്തിനാ കുടുക്ക? ശരിയാണ്. ഇത് കണ്ട പാദസരം. ഇതാണോ ഞാൻ നിന്നെ താലി കിട്ടിയ സമയത്ത് ആ സൗണ്ട് കേട്ട സാധനം? അത് നാദസരം, ഇത് പാദസരം. ഇത് നിന്റെ ഒന്നെവിടെ? ഒന്ന് ഞാൻ വള്ളപ്പണിക്ക് വേണ്ടി വിറ്റ്. നന്നായില്ലേ? ഇവനെ കെട്ടാത്ത നന്നായില്ലേ? ഒരു പടി മൊത്തം കൊണ്ട് വിറ്റ്. സമയമില്ല. ഇനി ഞെട്ടുന്ന വേറെ 2 വാർത്തകൾ പറയാനുണ്ട്. എന്താണ്? അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവളെ മാറ്റി നിർത്തി സംസാരിക്കുമായിരുന്നു മോട്ടോർ വരയ്ക്കകത്ത്. കുഞ്ഞല്ലേ, വിട്ടേരെ. വിട്ടല്ലോ. ഇവള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും ഇതേ മോട്ടോർ വരയ്ക്കകത്ത് ഞങ്ങൾ മാറി നിന്ന് സംസാരിക്കുമായിരുന്നു. കുഞ്ഞല്ലേ, വിട്ടേരെ. വിട്ടല്ലോ. എന്നാ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും ഇതേ മോട്ടോർ വരയ്ക്കകത്ത് ഞങ്ങൾ മാറി നിന്ന് സംസാരിക്കുമായിരുന്നു. കുഞ്ഞല്ലേ, വിട്ടേരെ. വിട്ടല്ലോ. എന്നാലും
എടാ നിനക്ക് ഇതിന് മാത്രം സംസാരിക്കാൻ എന്താണ് ഉത്തരവുള്ളത്? നിനക്ക് എന്താണ് സംസാരിക്കാൻ? ഒരു മിനിറ്റ് പറ. അപ്പൊ എന്താ നിന്റെ അടുത്ത് സംസാരിച്ചത്? എന്റെ പൊന്നു ചേട്ടാ, ഇയാൾ എനിക്ക് കള്ളത്തരോ പറയുന്നത്. ഒന്നാമത് മോട്ടർ വരെ അതിനകത്ത് കടകടാ ശബ്ദത്തിന്റെ ഇടയ്ക്ക് ഇവ 3 പ്രാവശ്യം എന്നോട് എന്തോ പറഞ്ഞത് ഞാൻ ഇതുവരെ കേട്ടില്ല. കേട്ടില്ല? എനിക്ക് എന്റെ ഭാര്യ സംശയമില്ല. എനിക്ക് എന്റെ ഭാര്യ സംശയമില്ലടാ. +2 പഠിക്കുമ്പം ഞങ്ങള് മുങ്ങിയിട്ടുണ്ട്, നാട്ടുകാർ പൊക്കിയിട്ടുണ്ട്. കുഞ്ഞല്ലേ വിട്ടേരെ. ഇടുന്നില്ല വിട്ടേരെ. ഇടുന്നില്ല വിട്ടേരെ. ഇടുന്നില്ല. എനിക്കത് അറിയാം. പറടാ എവിടാ മുങ്ങിയത്? +2 ഞങ്ങള് മുങ്ങി, നാട്ടുകാർ പൊക്കി. പറ. ഊട്ടിയിലാണോ? അല്ല. കൊടൈക്കനാൽ? അല്ല. മൈസൂര്? പിന്നെ എവിടെ മുങ്ങിയത്? എന്റെ പൊന്നു ചേട്ടാ, ഇയാൾ എന്നോട് പറഞ്ഞു കറങ്ങാൻ വരാൻ പറഞ്ഞു. ഞങ്ങൾ എന്നോട് തന്നെ ഈ കായലിന്റെ നടുക്ക് പോയി വള്ളം മുങ്ങി നാട്ടുകാർ ഞങ്ങളെ പൊക്കി കരക്കിട്ടു. അതാണ് ഈ മുങ്ങലും പൊങ്ങലും. അത്രേ ഉള്ളൂ. കഷ്ടം തന്നെടാ നിന്റെ കാര്യം, കഷ്ടം തന്നെ. എന്നാ എവള് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് കേൾക്കേണ്ട സുഹൃത്തെ, എനിക്ക് എന്റെ ഭാര്യ വിശ്വാസമാണ്. നിങ്ങൾ വെള്ളം എടുക്കൂ, വള്ളത്തിൽ പോവാ. എടാ നിനക്ക് നാണം ഉണ്ടാടാ? എന്തിന്? എടാ ഇത് കണ്ട ഏതോ ഒരു സ്വന്തം ഭാര്യയെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും നിനക്ക് ഒരു സംശയമില്ല. നീ ആണ് തന്നെടാ. നീ ആണ് തന്നെടാ. ഇവളെ പറ്റി നീ ഇത്രയും പറഞ്ഞപ്പോ എനിക്ക് ഇത്രയും തോന്നിയില്ല. കാര്യം എന്നെ പറ്റി അറിയുമ്പോൾ അവള് ഞെട്ടാൻ കിടക്കുന്നേ ഉള്ളൂ. എടാ എന്റെ നാട്ടിൽ വന്ന് നീ അന്വേഷിച്ച് നോക്കണം. 5 കഞ്ചാവ് കേസ്, 4 ബാറ്റുചാരത്തിന്റെ കേസ്, 3 പ്രാവശ്യം കാപ്പ അടിച്ചെന്നിട്ടുണ്ട്. പെണ്ണ് കേസ് വേറെ, പോരാത്തിന് 2 മഞ്ഞക്കാർഡ്. ഇത്രയും ഉള്ള എനിക്ക് ഈ നാട്ടിൽ നിന്ന് ഒരു പെണ്ണെ കിട്ടി എന്താ പൊളിക്കോ? ഇല്ലെങ്കിൽ എനിക്ക് പ്രാന്തുണ്ടോ ഈ വേഷോട്ടിനുള്ളവരെ? നിങ്ങൾ ഇതുവരെ ഇത് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതുപോലെ ആരെങ്കിലും പറഞ്ഞറിയുമ്പോൾ നിനക്കൊരു സർപ്രൈസ് അവിടെ ഇനി കാത്തു, നിനക്ക് ഇത് തന്നെ വേണോടി. നിനക്ക് ഇപ്പോഴാണ് കറക്റ്റ് ചേർന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നീ വെള്ളത്തിൽ കയറണ്ട, വെള്ളത്തിൽ ചാടിക്കോ. രാമൻകുട്ടി. സ്കിറ്റിന്റെ ഇടയില് നമ്മൾ കുറെ ചിരിച്ചു. ജഡ്ജസ് ചിരിച്ചോ എന്ന് നമുക്ക് ചോദിക്കാം. പറഞ്ഞേട്ടാ ചിരിച്ചോ? അടിപൊളി. ഞാൻ മാത്രമല്ല, അസീസും നസീറൊക്കെ ചിരിച്ചു. ഓ എന്റെ പൊന്ന് ശ്രീജു, അനീഷെ, സൂര്യശ്രീ വിളയാട്ടമായിരുന്നു കേട്ടോ. ചിരി വിളയാട്ടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ ആദ്യം ശ്രീജു ഇത്രയും നാൾ ചെയ്ത സ്കിറ്റിൽ ഒരു ക്യാരക്ടർ ബേസിൽ ഇത്രയധികം ചിരിപ്പിച്ച ഒരു ക്യാരക്ടറിലായിരുന്നു ശ്രീജു. ഉള്ള കാര്യം പറയാം. ശ്രീജുവിൻ്റെ എൻട്രിക്ക് അനീഷ് ഒരു സാധനം പറഞ്ഞു, നീ കല്യാണം കഴിച്ചെങ്കിൽ ദേശാടനക്കിളിയാണോ എന്ന് ചോദിച്ചു. അവിടെ തൊട്ട് ശ്രീജുവിൻ്റെ വരവും പിന്നെ ശ്രീജു അത് ഒരു മാനറിസം എന്ന് പറയുന്ന ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കാര്യം എല്ലാ കൗണ്ടറുകളും പാടാ നിൽക്കുകയായിരുന്നുള്ളൂ. ഉഗ്രം ക്യാരക്ടറാണ് ശ്രീജുവിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം ശ്രീജു. കാര്യം ഒരു രക്ഷയില്ല. അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അനീഷിൻ്റെ തുടക്കത്തിലെ സാധനങ്ങളൊക്കെ വന്ന ആ വള്ളം തുടങ്ങി വരുന്ന ഒരു ആർട്ട് സെക്ഷൻ ഒരു ഉഗ്രം കൈഡ് ഉണ്ട്. വള്ളം അടിപൊളിയായിരുന്നു. അവിടെ തന്നെ ഈ സാധനം ഹുക്കായി. കാര്യം കൈനഗിരി എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒത്തിരി അനുഭവം, എൻ്റെ അമ്മയുടെ നാടൻ കൈനഗിരി. അപ്പോൾ ഈ അവിടെ ഈ വള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു മാനറിസം എന്ന് പറയുന്നൊരു സാധനം ഭയങ്കര രസമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു. 2 മീറ്റർ തുടക്കം മുതൽ പുള്ളി വന്നതിന് ശേഷമാണ് സൂര്യശ്രീയുടെ എൻട്രി. സൂര്യശ്രീ നല്ല ആപ്റ്റായിട്ട് ചെയ്തു, അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. കാര്യം സൂര്യശ്രീയുടെ ശരിയാണ്, ഒരു തേച്ച ഒരാളാണ്. ഇയാളെ കാണുമ്പോൾ ഒന്നും പറയരുത്, ഇനി ഇയാളെന്ത് പറയുമെന്നൊക്കെ ഒരു ടെൻഷനൊക്കെ കറക്റ്റായിട്ട് തുടക്കം മുതൽ മെയിൻ ചെയ്തു. പിന്നെ കുഞ്ഞല്ല വിട്ടേക്ക്, ആ സാധനം എന്തൊരു പ്ലേ ആയിരുന്നു, ഉഗ്രനായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. അതെങ്ങനെയാണ് അങ്ങനെ ഒരു സാധനം വന്ന ഐഡിയ വീണത്? റിഹേഴ്സൽ ചെയ്തപ്പോൾ കിട്ടിയതാണ്. കിട്ടിയതല്ലേ? അടിപൊളി. കണ്ടന്റിന്റെ ആവശ്യമുണ്ട്. അടിപൊളി ഉഗ്രം ത്രെഡായിരുന്നു. ത്രെഡിലുപരി നിങ്ങളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. കാര്യം അതിനുശേഷം മറ്റേ ഇംഗ്ലീഷ് പറഞ്ഞില്ലേ അനീഷും നല്ല ഗംഭീരമായിട്ട് അത് ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് കളിച്ചു. പിന്നെ എനിക്ക് നിങ്ങളുടെ തുടക്കത്തിൽ സൂര്യശ്രീയും അനീഷും കൂടെ ആ മണിച്ചേൻ്റെ പാട്ട് ഇൻക്ലൂഡ് ചെയ്തായിരിക്കും. കാർത്തികേയൻ വളർത്തിയ ഒരു മൂത്ത മോള് കാർത്തു എന്നുള്ള സാധനമൊക്കെ ഭയങ്കര ലൈഫായിരുന്നു കേട്ടോ. നിങ്ങൾ മനസ്സറിഞ്ഞ് കളിച്ചു എന്നുള്ളതാണ്. ഗംഭീരമായിരുന്നു. ഇനിയും ഇതുപോലെ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്ത് നല്ല നല്ല സ്കിറ്റുകൾ വരട്ടെ. 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ. ഇപ്പൊ പ്രചോദനം നല്ല ഹാപ്പിയാണ്. ഇനി നമുക്ക് അസീസിക്കോട് ചോദിക്കാം. ശങ്കര, എന്തോ നിങ്ങൾക്ക് ഫ്ലവേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും ശത്രുത ഉണ്ടോ? അല്ല, ഇങ്ങനെ കളിച്ച് പൈസ കൊണ്ടുപോകേണ്ട കാര്യം ഒരു രക്ഷയില്ല കേട്ടോ. ശ്രീജു, നീ നെടുമങ്ങാടിന്റെ വില കാത്തു സൂക്ഷിച്ചു. പിന്നെ അനീഷ് ഇവിടെ പറയുമ്പോൾ നമ്മൾ ആ ശ്യാം ഇത്രയ്ക്ക് വന്നപ്പോഴും ആ ശ്യാമിനെ പോലത്തെ ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ് നമ്മൾ അനീഷ് എന്ന് പറയുന്നത്. കാരണം അതായത് എന്തും ചെയ്യാം, അതായത് കൊണ്ടങ്ങ് ഇട്ടുകൊടുത്താൽ മതി അല്ലേ? ഇട്ടുകൊടുത്താൽ ഏത് ടീമിൻ്റെ കൂടെയും കൊണ്ടിടാം. പിന്നെ സൂര്യശ്രീക്ക് വേണമെങ്കിൽ മറ്റേ പഴയ കാമുകനെ കാണുമ്പോൾ ഒന്ന് വിഷമവും അതൊക്കെ കൊണ്ടുവരാം. പക്ഷെ അങ്ങനെയല്ല, പക്ക ഉടായിപ്പ് പെണ്ണായിട്ട് സത്യം. അതായത് തേപ്പ് പെണ്ണെന്ന് പറഞ്ഞാൽ അതുപോലെ കറക്റ്റ് ആ ബോഡി ലാംഗ്വേജും ഡയലോഗും ഡെലിവറി എല്ലാം പക്കയായിരുന്നു. അപ്പൊ എന്തായാലും ഉഗ്രം സ്കിറ്റ്, അടിപൊളി സ്കിറ്റ്, ഒരു രക്ഷയില്ല. അടിപൊളി. ഒരു സ്കിറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അത് വൈൻഡപ്പ് ചെയ്യാൻ ഇച്ചിരി പാടുപെടും. അതിൻ്റെ ക്ലൈമാക്സ് കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ക്ലൈമാക്സ് തകർത്ത് വാരി എന്ന് വേണം പറയാനായിട്ട്. കാര്യം
ഇത്രയും പോരായ്മകളുള്ള ഒരു പെണ്ണിന്റെ അപ്പുറത്തെ പോരായ്മകളുമായിട്ടാണ് ചെറുക്കൻ വന്നിരിക്കുന്നത്. അതാണ് അതിന്റെ ക്ലൈമാക്സിൽ നിങ്ങൾ പഞ്ചാക്കി നീ വെച്ചിരിക്കുന്നത്. അറിയുമ്പോ നിനക്ക് സർപ്രൈസ് ആയിക്കോട്ടെ. അതെ, പേരുപടി ചേരുന്നല്ലേ? അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കാണാനാണ് ആഗ്രഹം നമുക്ക്. അതേപോലെ തന്നെ ഈ ഓരോ ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ പല എപ്പിസോഡുകളും പല പല ക്യാരക്ടറായിട്ടാണ് നമ്മൾ വരുന്നത്. മാറ്റങ്ങൾ എപ്പോഴും ആവശ്യമാണ് ആർട്ടിസ്റ്റിന്. എന്ത് കിട്ടിയാലും ചെയ്യാമെന്നുള്ള ഒരു ആത്മവിശ്വാസവും ഒരു തൻ്റെ ഇടവും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങളെങ്ങനെയാണ് ഇപ്പോൾ ശ്രീജു ഇതിൻ്റെ അകത്ത് കാണിച്ച മാനരസങ്ങൾ ഈ സംഭവങ്ങളൊന്നും ഇതിനു മുമ്പുള്ള ഒരു സ്കിറ്റിലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ അനീഷ് പാപ്പാല ഗംഭീരമായിരുന്നു കേട്ടോ. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കാര്യം സൂര്യശ്രീ ഒരു ബലിയാടായിട്ട് മാറി നിൽക്കുകയാണ് അതിൻ്റെ അകത്ത്, ഈ സ്കിറ്റിൻ്റെ അകത്ത് മാറി നിൽക്കുകയാണ്. കാര്യം ഇതാണ് അവസ്ഥ പുള്ളിയുടെ. കാമുകനും ഉണ്ട്, ഭർത്താവും ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് ആ സൈലൻ്റ് അവിടെ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഫില്ലിങ് മാത്രമേ നടക്കുള്ളൂ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അത്ര ടെമ്പോയിൽ ഈ സാധനം കൊണ്ടുപോയി വൈൻഡപ്പ് വരെ എത്തിച്ചു. നല്ല ഒന്നാന്തര സ്ക്രിപ്റ്റ്. അതിലുപരി അത് ഒരു സ്ക്രിപ്റ്റ് നല്ലതാക്കുന്നത് ആർട്ടിസ്റ്റ് അഭിനയിച്ച് ഫലിപ്പിക്കുമ്പോഴാണ് അത് നല്ലതായി വരുന്നത്. വേണേൽ ചെയ്യിക്കാം, അതും ആർട്ടിസ്റ്റിൻ്റെ കഴിവ് തന്നെയാണ്. പക്ഷേ ഇത് നിങ്ങൾ നല്ലതാക്കി ഗംഭീരമാക്കി കൊണ്ട് വൈൻഡപ്പും ചെയ്തു. ഓൾ ദ ബെസ്റ്റ് 3 പേർ. അപ്പൊ എന്തായാലും അതങ്ങ് വിട്ടേരെ, നമുക്ക് മാർക്ക് ചോദിക്കാം അല്ലേ? ഓക്കെ, അസിസിക്ക് തുടങ്ങാം. ഇക്ക 24. 24,000 ആണ് ഓപ്പണിംഗിൽ. 24,000. ഇനി നസീർക്ക് എത്ര മാർക്ക് തരുന്നു എന്ന് നോക്കാം. ഞാനൊരു 22,000 രൂപ. അടിപൊളി ചേട്ടാ, ഒരു പഞ്ചിന്റെ മണം അടിക്കുന്നുണ്ടല്ലോ. 46,000 ഇപ്പൊ തന്നെ. എന്തായാലും ഇനി നമുക്ക് പ്രചോദനോട് ചോദിക്കാം. ചേട്ടാ പ്ലീസ് റിവീൽ. ഒന്നും നോക്കുന്നില്ല, പിടിച്ചു. സിൽവർ പഞ്ചടിച്ചിരിക്കുകയാണ്. എന്താണ് സൂര്യശ്രീ ചേച്ചി പറയൂ? അത്യധികം സന്തോഷവതിയാണ് എന്ന് ഒരുപാട് സന്തോഷം. ദൈവത്തിന്റെ അനുഗ്രഹം. പിന്നെ എന്താ പറയാ, ഇവരുടെ കൂടെ നിന്ന് കളിക്കാൻ പറ്റി. പിന്നെ കുറെ ഇതിനകത്ത് ശ്രീജു ഡെവലപ്മെന്റ് ഒക്കെ ചെയ്തു. ശ്രീജു അടിപൊളി. ഇതിലൊരു ടീം വർക്ക് ഭയങ്കരമായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു റിസൾട്ട് ആയിരിക്കും ഇത്. ഞാൻ നേരത്തെ പറഞ്ഞത് കറക്റ്റാണ്. സ്ഥിരം സ്കിറ്റുകളിലുള്ള ഒരു സംഭവമാണ്. കാണുമ്പോൾ ഒരു വിഷമമാണ് അഭിനയിക്കണം. പക്ഷെ ഇതല്ല, പാക്ക ഉടായ്പ തന്നെ. അല്ല സീരിയസ്ലി അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. അത് താങ്ക് യു. മറ്റേ സാർ ഇന്നോവ ഉണ്ടെന്ന് കെട്ടിയിട്ടുണ്ടല്ലോ. അടിപൊളിയായിരുന്നു. അല്ല, അതെല്ലാം ആക്കലും ഉണ്ട് പുള്ളിക്കാരുടെ. ഭയങ്കര കൗണ്ടറാണ്, ഫ്രഷ് കൗണ്ടർ. സൂപ്പർ. അനീഷേട്ടാ? ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ശ്രീജുവായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. സൂര്യശ്രീയുടെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രീജു നല്ലൊരു സംഘാടകരാണ്. ഭയങ്കര ഹാപ്പിയാണ്. നമുക്കിത് റിഹേഴ്സൽ ചെയ്യുമ്പോഴേ ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ത്രെഡിൽ തന്നെ ഹ്യൂമർ ഉണ്ടെങ്കിൽ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ക്ലൈമാക്സ് അപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിനിടയ്ക്കുള്ള സാധനങ്ങൾ ഫില്ല് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ഭയങ്കര ഫീലിംഗ് ആയി പോട്ടോ. ഓക്കെ, ശ്രീചേട്ടാ? സന്തോഷം. ഏറ്റവും കൂടുതൽ താങ്ക്സ് രാജേഷേട്ടനാണ്. ഞങ്ങൾ ഒരു വേറെ കണ്ടന്റാ പിടിച്ചത്. രാജേഷേട്ടൻ ലോജിക്ക് നോക്കി വന്നപ്പോൾ ആ സ്കിറ്റ് എങ്ങും എത്തുന്നില്ല. അപ്പോൾ രാജേഷേട്ടൻ തന്നെയാണ് ഇങ്ങനെ ഐഡിയ പറഞ്ഞത്. പിന്നെ അത് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഡെവലപ്പ് ചെയ്തു. രാജേഷേട്ടൻ്റെ കോൺട്രിബ്യൂഷനും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് അവിടെ സിൽവർ എത്തി. ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്കും എന്തായാലും വളരെയധികം സന്തോഷം. നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അയ്യോ, ഒരു അപേക്ഷ എടുത്താൽ മതി. പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് അല്ലെ, ഫാൻസിന്റെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ 2ാം ഭാഗമായി തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു ശ്രീ ചേട്ടാ, അനീഷേട്ടാ, സുരേഷ് ചേച്ചി. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി അടുത്തതായിട്ട് വീണ്ടും ഒരു സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. ഇപ്രാവശ്യം നമുക്ക് കുറച്ച് പാട്ടായാലോ? അതും ഒരു വൈറൽ താരത്തിന്റെ. തീർച്ചയായിട്ടും. ആ വൈറൽ താരം ആരാണെന്ന് ഞാൻ ഡയറക്ട്ലി ഇപ്പൊ പറയുന്നില്ല. നമുക്ക് ആ പ്രൊഫൈൽ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ. അപ്പൊ എനിക്ക് ആളെ നേരിട്ട് മീറ്റ് ചെയ്യാനായിട്ടും പാട്ട് നേരിട്ട് കേൾക്കാനായിട്ടും വെയിറ്റ് ചെയ്യാൻ വയ്യ. ഞാനിവിടെ വിളിക്കട്ടെ? നമുക്ക് സ്വാഗതം ചെയ്യാം മീര കൃഷ്ണൻ.
നല്ല സുന്ദരിക്കുട്ടിയായ ഒരു മഞ്ഞക്കിളി. ഹായ് മീര. ഈ വീഡിയോ ആക്ച്വലി എന്റെ ഫീഡിലൊക്കെ വന്നിട്ടുണ്ട്. ആ അതെ അതെ, ഇത് വളരെ അവിചാരിതമായിട്ട് വൈറലായ ഒരു വീഡിയോ ആണല്ലേ? ആ വീട്ടിൽ ജസ്റ്റ് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചിരുന്നപ്പോൾ ഒന്ന് പാടാമെന്ന് പറഞ്ഞിട്ട് ചേട്ടനെടുത്ത് തന്ന വീഡിയോയാ. അങ്ങനെ അന്ന് തന്നെ ഇൻസ്റ്റയിലിട്ട്. പക്ഷെ ആ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും എനിക്ക് കുറേ ഫോളോവേഴ്സ് ഒക്കെ ആയി. ഇട്ടപ്പോൾ കുറേ ലൈക്കൊക്കെ വന്നു. അടിപൊളി. മീര പഠിക്കുവാണോ? BSc കഴിഞ്ഞു, D.Ed കഴിഞ്ഞു, ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. അടിപൊളി. നമുക്കപ്പം മീരയുടെ പാട്ട് കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കുകയാണല്ലേ? ആദ്യത്തെ പാട്ട് ഏതാണ് മീര? മണിക്കുയിലേ എന്ന് പറഞ്ഞ പാട്ട് പാടാം. ഓക്കെ. മണിക്കുയിലേ
അല്ല, ഞാൻ ആ വീഡിയോ എടുത്തിട്ട് ആ ചേട്ടനെ വഴക്ക് പറയുള്ളൂ. എന്താ ഇത്ര ലേറ്റ് ആയത് വീഡിയോ ഇതൊക്കെ നേരത്തെ ഇടേണ്ടതല്ലേ? ഇത്രയും നന്നായിട്ട് പാടുമ്പോ അതൊക്കെ നേരത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. അതെ അതെ അതെ. അല്ല നസീർക്ക, ഈ പ്രോത്സാഹനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനൊരു കാര്യം പറയാം. ആക്ച്വലി മീര നമ്മുടെ ഷോ ഡയറക്ടർ ആയിട്ടുള്ള അർജുൻ സാർ ഇല്ലേ, സാർ ആദ്യം ചെയ്ത ഷോയില് ഫൈനലിസ്റ്റിൽ ഒരാളായിരുന്നു. അന്ന് മീര 5ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പൊ പണ്ട് തൊട്ടേ മ്യൂസിക് ടേസ്റ്റ് ഉള്ള ഒരാളാണ്. ആ പാട്ട് പഠിക്കുന്നുണ്ട്. എത്ര വർഷമായിട്ട് സംഗീതം പഠിക്കുന്നത്? ഇപ്പൊ പഠിക്കുന്നില്ല, പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. ഒരു മാസമാണോ? അല്ലേ? സാധാരണ ഇവിടെ വരുന്നവർ ഒരു മാസമേ പോകാറുള്ളൂ, അതുകൊണ്ടാണ് 50 ക്ലാസ്സുകൾ അല്ലേ? അങ്ങനെയൊക്കെ. എന്താണ് മീരയുടെ ആഗ്രഹം? ലൈക്ക് മ്യൂസിഷ്യൻ ആകണം എന്നാണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് ട്രൈ ചെയ്യണ്ടാവില്ലല്ലോ. അപ്പൊ ആരാകണം എന്നാണ് ആഗ്രഹം? എനിക്ക് ടീച്ചർ ആവാനാണ് ആഗ്രഹം. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരി. സാധാരണ നമ്മള് പാടുന്ന സമയത്ത് മറ്റേ നൊട്ടേഷൻ സ്റ്റാൻഡ് വെച്ച് അല്ലേ അങ്ങനെയൊക്കെ പാടുന്നത്. പക്ഷെ ഇത് ലിറിക്ക് ഫുള്ള് കാണാതെയും ഇവിടെ ഇരിക്കുന്ന ആരൊക്കെ ഇരിക്കുന്നു ഒരു ബോധമില്ലാതെ അലിഞ്ഞാണ് പാടുന്നത്. സീരിയസ്ലി പകുതി വെച്ച് നിർത്തി. ടീച്ചർ ആവാനാണ് പറ. ടീച്ചർ ആവാനാണ് ആഗ്രഹം. അതിൻ്റെ കൂടെ പാട്ട്. ക്ലാസ്സിൽ പിള്ളേർക്ക് പാട്ട് പാടുന്ന ടീച്ചറിന് ഒരു ഇഷ്ടം വരുമല്ലോ. എല്ലാം പ്ലാൻഡ് ആണ്. സൈക്കോളജിക്കൽ മൂവ്. കുട്ടികൾ അനുസരിക്കാത്തപ്പോ ഒരു പാട്ട് പാടിക്കൊടുത്ത് അനുസരിക്കുന്നല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത പാട്ട് കേട്ടാലോ മീരയുടെ? ഏത് സോങ് ആടാ? സുന്ദരനോ സൂര്യനോ. ഓ നൈസ്. ഓക്കെ. ഗന്ധമു പൊയ്യരുക പന്നീരു ഗന്ധമു പൊയ്യരുക అందమైనయదు నందనుపై కుందరదనలిరమోదక పరిమళ గంధము పొయ్యరుగా గంధము పొయ్యరుగా పన్నీరు గంధము పొయ్యరుగా സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ ചന്ദ്രനോ ഇന്നു വരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനേ കാന്തൻ നീലാംബരി നീ വൈകാതെ ചൊല്ലു കണ്ടു കണ്ടു പ്രാണനാഥനെ കണ്ടു സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ ചന്ദ്രനോ ഇന്നു വരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനേ കാന്തം കൈതോല കാറ്റൊന്ന് കുഴൽ വിളിച്ചാൽ കണവന്റെ വരവാണെന്ന് കളവാണി കിളിയുടെ കുരവ കേട്ടാൽ കല്യാണ നാളാണെന്ന് തോന്നും വിണ്ണിലാവത്ത് കണ്ണുറങ്ങാതെ ഞാൻ ഇന്നും കാത്തിരിക്കും മാരൻ സുന്ദരനോ സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ ചന്ദ്രനോ ഇന്നു വരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനേ കാന്തം സംക്രാന്തി കാലത്തിൽ തിരി തെളിഞ്ഞാൽ സീമന്തയുഗമോ എന്തു ചെയ്യും
കഴുത്തിൽ ഇന്ദു കലാധരനെ കാന്തം. ഓ ഓ മീര മോൾക്ക് ടീച്ചറാവണമെന്നല്ലേ ആഗ്രഹം? മ്യൂസിക് ടീച്ചർ ആയിക്കൂടെ? അല്ല മീര, ഒരു ഇൻ്റർവ്യൂവിൽ ദാസേട്ടൻ പറഞ്ഞതാണ്, ഒരു പാട്ടുകാരൻ അല്ലെ ഒരു പാട്ടുകാരി എന്ത് പാട്ടാണ് ഏത് പാട്ടാണ് പാടുന്നത് ആ പാട്ടിൻ്റെ ഭാവം, അതായത് ആ പാട്ടിൻ്റെ ഉള്ളടക്കം നമ്മുടെ മുഖത്ത് കൊണ്ടുവന്നാൽ ആ പാട്ട് പാടാൻ ഈസിയാണെന്ന് ദാസേട്ടൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മീര ഈ പാട്ട് പാടിയപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ഭാവങ്ങളുണ്ടോ അതെല്ലാം മുഖത്തുണ്ട്. താങ്ക് യു സാർ. ഇപ്പൊ ശൃംഗാരമുള്ള പാട്ടാണെങ്കിൽ ആ ശൃംഗാരം നമ്മുടെ മുഖത്ത് കൊണ്ടൊന്ന് പാടിച്ചാലോ അങ്ങനെ ഇരിക്കുമെന്നാണ് ദാസേട്ടൻ പറഞ്ഞാണ് കേട്ടോ. അതാണ് ഈ പാട്ടിന് ഇത്ര ഫീല് മീര പാടിയപ്പോ. അതാണ് അതിന്റെ വരികളിൽ അലിഞ്ഞു ചേർന്ന് പാടുന്ന പോലെയാണ് നമുക്ക് ഫീൽ. പിന്നെ തന്നെയല്ല മീര, അതിനകത്ത് സംക്രാന്തി എന്നൊരു ലൈൻ ഉണ്ട്, അതുകൂടെ കിട്ടും. സംക്രാന്തി എന്ന ലൈനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംക്രാന്തി ഇത് കയറ്റിപ്പോ ഞാൻ എന്തേലും അങ്ങോട്ടുകൂടെ തരണ്ടേ? ഒരു രക്ഷയിലായിരുന്നു മീര, ഭയങ്കര സോളാണ്. അതായത് നമ്മള് നേരത്തെ അസീസ് പറഞ്ഞാൽ നമ്മൾ കാണാതെ പാടുക എന്നുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ അതിലുപരി ലയിച്ച് പാടുക എന്ന് പറയും, അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹം അല്ലത്. എവിടെങ്കിലുമൊക്കെ സിനിമയിലൊക്കെ പാടാൻ അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓണാണ്, അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത പാട്ടിലേക്ക് പോവാം. മീരക്കുട്ടി, ഏതാണ് അടുത്ത സോങ്? ഇപ്പൊ ആ കണ്ട പാട്ട് പാടാം. യെസ് യെസ് യെസ്, ദ വൈറൽ സോങ്. അതെ. ചിറകിൽ കുരുനീളം തിങ്കളേ നീയുദിച്ചു. കൊച്ചു കൊച്ചു പൂവിൻ്റെ ചില്ലുവച്ച ചിറകിൽ കുരുനീളം തിങ്കളേ നീയുദിച്ചു. നിന്റെ പറക്കാത്ത പാവയ്ക്കും പാവാടത്തുമ്പിക്കും ഉയിരിൻ്റെ ഊഞ്ഞാലയാടുന്നു ഞാൻ. നിന്നോട് മിണ്ടാതെ ഉറങ്ങൂല ഞാൻ. കൊതി കൊണ്ട് നിന്നു കൊയിലേ കൊയിലേ കുഞ്ഞിക്കൊയിലേ. പട്ടൊടുത്ത പാട്ടിൻ്റെ പൊട്ടു തൊട്ട ഞൊറിയിൽ പകൽ കിളി പൈതലേ നീ പറക്കും. പട്ടൊടുത്ത പാട്ടിൻ്റെ പൊട്ടു തൊട്ട ഞൊറിയിൽ പകൽ കിളി പൈതലേ നീ പറക്കും. നിന്റെ കണ്ണാടി കുരുവിക്കും കൈതോല പറവയ്ക്കും പിരിയാത്ത കൂട്ടായി പോരുന്നു ഞാൻ. നിന്നോട് മിണ്ടാതെ ഉറങ്ങൂല ഞാൻ.
കംപ്ലീറ്റ്ലി ആ ഒരു ഫീൽ ഉൾക്കൊണ്ട് ആയിരുന്നു മീര പാടിയത്. സോ നൈസ്. മോള് പാടുന്ന എല്ലാ പാട്ടും ലിറിക്ക് കാണാൻ അറിയാല്ലേ? എനിക്ക് കാണാതെ പാടുന്ന കുറച്ചും കൂടി ഇഷ്ടം. നോക്കുമ്പോ അങ്ങോട്ട് ശ്രദ്ധ അതാണ് പോകുന്ന പോലെ തോന്നാറുണ്ട്. അത് ബൈഹാർട്ടാക്കി പാടുന്നതാണ് ഏറ്റവും അതെ. എന്തായാലും മീര ടീച്ചറായാലും ആ കുട്ടികളുടെ ഒരു ഭാഗ്യമാണ് കേട്ടോ, നല്ല പാട്ട് കേൾക്കും. വീട്ടില് ആരൊക്കെ ഉണ്ടെന്ന്? അച്ഛൻ, അമ്മ, ചേട്ടൻ. അച്ഛനമ്മ, ചേട്ടൻ. വീട്ടിലെല്ലാരും കൂടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ നമുക്ക് ഇവരെ അങ്ങോട്ട് സ്വാഗതം ചെയ്യണ്ടേ? തീർച്ചയായും. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ മീരയുടെ ഫാമിലിനെ. അച്ഛ, അമ്മ, ചേട്ടാ നമസ്കാരം. ഇവിടെ ഫാമിലിയിൽ ആരെങ്കിലും പാടുവോ? അച്ഛനും അമ്മയും ചേട്ടനും പാടും. എല്ലാരും പാടും. അപ്പൊ എല്ലാരും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടേണ്ടതുണ്ട്. അച്ഛാ പേര് പറയൂ. എൻ്റെ പേര് രാധാകൃഷ്ണൻ. എന്ത് ചെയ്യുന്ന? ഞാൻ കാർപ്പൻ്റർ വർക്ക് ചെയ്യാണ്. ഓക്കെ. അമ്മ? എൻ്റെ പേര് ഷീല, ടൈലറാണ്. ചേട്ടനോ? എൻ്റെ പേര് ജിതിൻ, ഞാനിവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. ചേട്ടനാണ് മീരയുടെ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അതിനെ വൈറലാക്കി കാരണക്കാരൻ. അല്ല, നമ്മളെ മീനാക്ഷി സ്ഥലം ചോദിച്ചായിരുന്നു എവിടെയാന്ന്? സ്ഥലം കൊല്ലം. കൊല്ലം ചവറ. അപ്പൊ ഇവര് പാടുന്നല്ലേ പറഞ്ഞ, അവരുടെ ഒരു പാട്ട് കേട്ടാലോ? അതെ, ഒരു ഫാമിലി സോങ് ആയിക്കോട്ടെ. ഇനി അതെ അതെ, ഒരു ഫാമിലി സോങ് ഒരുമിച്ച് പാടാനുള്ള ഏതെങ്കിലും പാട്ടുണ്ടോ? അമ്മയ്ക്ക് പനിയായിട്ട്. അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോരുത്തരും വീതം രണ്ട് വരി വെച്ച് പാടട്ടെ. അപ്പൊ അച്ഛൻ തുടങ്ങിക്കോളൂ. ഞാൻ പഴയ ഒരു പാട്ടിൻ്റെ ഒരു 2 ലൈൻ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. വെറുതെ അല്ല മീര എത്ര നന്നായി പാടുന്നു. ക്യൂട്ട് ഫാമിലി. ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ. കാര്യം ഈ പറഞ്ഞ പോലെ പാട്ടുകാരാണ് എല്ലാവരും. അപ്പോൾ ഒരുപാട് വേദികൾ കിട്ടട്ടെ, അവസരങ്ങൾ കിട്ടട്ടെ, പ്രാർത്ഥിക്കാം. ഓൾ ദി ബെസ്റ്റ്. അപ്പം മീരയ്ക്കും മീരയുടെ കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മീര ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ. എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനെ ഒരു വേദിയിൽ പാടാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം മീരനെയും ഫാമിലിനെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ. ഇനിയും വരണം കേട്ടോ മീര. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ വീണ്ടും ഒരു സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കും നമുക്ക് കുറച്ച് മിമിക്രി കണ്ടാലോ? മിമിക്രി അവതരിപ്പിക്കാനായിട്ട് ഞാൻ നല്ലൊരു അടിപൊളി കലാകാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം അജൽ പീറ്റർ. ഹലോ അജൽ, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം. താങ്ക് യു. എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നു. എവിടെയാണ് അജലിന്റെ സ്ഥലം? എന്റെ സ്ഥലം പെരുമ്പാവൂര് ആയത്തുപടിയാണ്. ഓ, പെരുമ്പാവൂരുകാരനാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഐറ്റം കാണാം അല്ലേ? പിന്നെ അതില് നമ്മളെ ഫ്ലവേഴ്സിന്റെ പ്രോഡക്റ്റ് ആണല്ലേ? അത് ശരി. ഓക്കെ. അപ്പൊ വീണ്ടും കുടുംബത്തിലേക്ക് സ്വാഗതം എന്നാണ് പറയാനായിട്ട്. ആരെയാണ് അതിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്? നമുക്ക് വിനയ് ഫോർട്ടിന്റെ സൗണ്ട് ചെയ്യാം. അതാണ് വേണ്ടത്. വിനയ് ഫോർട്ടിന്റെ ഒരു ലൗഡർ വെർഷൻ ചെയ്യാം. അത് ഇതേവരെ ആരും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഉറുമ്പുകൾ ഉറങ്ങാറില്ല, ആ മൂവിയിലെ ഒരു ക്ലൈമാക്സ് സീൻ. അരിച്ചിരുന്നു നിന്റെ അച്ഛൻ്റെ അമ്മയുടെ ശരീരം വരെ കറുത്തുറുമ്പുകൾ അരിച്ചിരുന്നു. അന്ന് ഞാൻ അർപ്പിച്ചിരുന്നു നിന്റെ ഇപ്പോഴത്തെ അറിയ ശരീരം പച്ചക്കി ജീവനോടെ ഉറുമ്പുകളെ കൊണ്ട് തീറ്റിക്കുമെന്ന്, മണ്ണിന് പോലും വിട്ടുകൊടുക്കില്ല എന്ന്. അടിപൊളി. ഇനി അടുത്ത ഐറ്റം. അടുത്തത് ആസിഫ് അലിയാണ്. അദ്ദേഹത്തിന്റെ അനുരാഗ കരിക്കും വെള്ളം എന്ന മൂവിയിലെ ഒരു ഡയലോഗ്. അതൊരു ഇമോഷണൽ ഡയലോഗാണ്. എലി എന്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഇത്ര ലേറ്റ് ആണോ? എലി ഒരു കാര്യമില്ലാതെ ഞാൻ ഹാർട്ട് അടിച്ചിട്ടുണ്ട്, ഒരാവശ്യമില്ലാതെ ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നിന്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. നീ ഇല്ലാതെ ലൈഫ് കംപ്ലീറ്റ് ആണെന്ന്. എലി, നീ കാരണം എൻ്റെ അച്ഛനമ്മയെ സന്തോഷിച്ചപ്പോൾ ആ സന്തോഷം എൻ്റെ ലൈഫിലും വേണമെന്ന് തോന്നി. അതുകൊണ്ട് എലി, ഇന്നലെ രാത്രി ഇത് സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഓടി വന്നേ. എലി, ഞാനല്ലേ, ഞാനിങ്ങനെ അല്ലേ? സൂപ്പർ. ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുണ്ട്. ദുൽഖർ സൽമാൻ. ഉറപ്പായിട്ടും. ദിസ് ഈസ് ഇന്ത്യ. ഇവിടെ പണം കൊടുത്താൽ എന്ത് കിട്ടും? എന്നാൽ റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണമുണ്ടെന്ന് 4 ആൾ അറിയണം. മിഡിൽ ക്ലാസ് മെന്റാലിറ്റീസ്. ഞങ്ങൾ ചെലവുകളെല്ലാം ചുരുക്കി ഓരോ രൂപയും പിച്ചം പിടിക്കും. പക്ഷെ ഒരു പ്രശ്നം വന്നാൽ 1 രൂപ പോലും ബാക്കി വെക്കാതെ കിടപ്പാടം പണം വയ്ക്കും. മറ്റൊരു കോമഡി താരം, ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയില് മദ്യപാനിയായി എത്തിയ അനിയപ്പൻ ചേട്ടൻ. പേടി
നീ നിന്നെ പേടിക്കാൻ നീ ആര് നരസിംഹറാമ പൊടാ കുരുത്തം കെട്ടവനെ അടിക്കുമ്പോ മാറി കളയുന്നോടാ പോർക്കേ. ശശി കല്ലിംഗ സാർ ഓക്കെ. അദ്ദേഹത്തിന്റെ പ്രാഞ്ചിയായിട്ടുന്ന സൈൻ്റെ എന്ന മൂവിയിലെ രാവിലെ മുതൽ തുടങ്ങിയതാ. പത്മശ്രീ ഫ്രാൻസിസ് സാറുണ്ടോ? പത്മശ്രീ ഫ്രാൻസിസ് സാർ ഒന്ന് കൊടുക്കാമോ? നിന്റെ അമ്മയുടെ നായരാടാ പത്മശ്രീ. മിഡ് സമ്മർ നൈറ്റ് ഡ്രീംസ് ഓട്ട് മെർച്ചൻഡൈസ് ഓഫ് ഫിനിഷ് ബട്ട് മേ ബി ഓട്ട് ബട്ട് മജസ്റ്റി സീക്രട്ട് സർവീസ്. ഇനി അടുത്തത് ബേസിൽ ജോസഫ് അദ്ദേഹത്തിന്റെ പൊന്മാൻ എന്ന മൂവിയിലെ ഒരു ഡയലോഗ്. ഓ സൂപ്പർ സൂപ്പർ. ഓക്കെ. വാശിട്ടി പോയി മേടിച്ചിട്ട് വരാമല്ലോ പറഞ്ഞേ. വാശിട്ടടാ എൻ്റെ ചോറിലാണ് നീ നിന്റെ മകളൂടെ ബഡ് വാരിയിട്ടെ. ആ ബഡുള്ള ചോറ് തിന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ പൊന്നു മേടിച്ചിട്ട് വരൂടാ. അതിലും എൻ്റെ തല പോവാണെങ്കിൽ ആ തല എനിക്ക് വേണ്ടടാ. ഇനി ആരാണ് അജിലെ അടുത്തത്? പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ആദം ജോൺ എന്ന മൂവിയിലെ ഒരു ഇമോഷണൽ. തീർച്ചയായിട്ടും എടുത്തോ. ഒപ്പം നിനക്ക് നിന്റെ കുഞ്ഞിന് വേണ്ട ശ്രദ്ധ നീ നൊന്ത് പ്രസവിച്ച നിന്റെ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ഒരു ക്രൈമിൽ ഇവിടെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ഇൻവോൾവ് ആയ ഇവിടെ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയോ? നീ പ്രഗ്നൻ്റ് ആണെന്നുള്ള കൺസിഡറേഷൻ പോലും ഇവിടുത്തെ നിയമം നിനക്ക് തരില്ല. പിന്നെ ഇളയുടെ കാര്യം, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പോകാവുന്നത്ര ദൂരം വരെ ഞാൻ പോവും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. എന്നിട്ട് അവളെ രക്ഷപ്പെടുത്താനായില്ലെങ്കിൽ ഒന്നുറപ്പിച്ചോ, അവൾക്കൊരു നിമിഷം മുമ്പെങ്കിലും ഞാൻ മരിച്ചിരിക്കും. ഒരിക്കൽ ഉപേക്ഷിച്ച് പോയെന്ന വലിയ തെറ്റിന് എൻ്റെ കുഞ്ഞിനോട് ഞാനിങ്ങനെ പ്രായശ്ചിത്തം ചെയ്യും. മറ്റൊരു എനർജി ഉള്ളൊരു സ്റ്റാറാണ് സന്തോഷ് പണ്ഡിറ്റ്. അദ്ദേഹത്തിന്റെ ഡയലോഗ്, ആകാശത്തിൽ പറഞ്ഞു വന്ന പക്ഷിയെ ഏടി വെച്ച് പിടിക്കാൻ നോക്കല്ലേ പണിപ്പാളും. Do you know the meaning of intelligence? Do you know the meaning of success? Do you know the meaning of wisdom? The word intelligence means capability of a particular person to evaluate, to judge a particular way. Don't play with me, I will show you how to play. ഈ ചിരഞ്ജീവിക്കും ഇമ്പോസിബിൾ ആയി തോന്നിട്ടില്ല. Nothing is impossible, I am the only possible. സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളി. അജിൽ എന്തായാലും നമ്മുടെ കോമഡി ഉത്സവത്തിനൊക്കെ വന്ന് പൊളിച്ചിട്ടുള്ളതാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ വോയിസ് ഒക്കെ അല്ലേ. ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടാമത് വിനയ് ഫോർട്ടിന്റെ. ഞാൻ ഇപ്പൊ ലൈവായിട്ട് വിനയെ വിളിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ അതിപ്പോ എന്തായാലും കഴിഞ്ഞ് എന്നാലും അടിപൊളി. ഇനിയും ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല നല്ല ക്യാരക്ടറായിട്ട് വരിക കേട്ടാ. അടിപൊളി. താങ്ക് യു. അജിലെ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു 2 വർഷത്തിന് മേളിലായി അല്ലേ? 2 വർഷം ഗ്യാപ്പ് വന്നു. അതെ അതെ, ഗ്യാപ്പ് വന്നു. എന്തായാലും കൊള്ളാം, നല്ല രസമായിട്ടുണ്ട്. ഈ പറയുന്ന വിനയ് ഫോട്ടോക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ സന്തോഷ് പണ്ഡിറ്റ് മാസ്റ്റർ പീസാണ്. മാസ്റ്റർ പീസ് അത് എങ്ങനെ തിരിഞ്ഞാലും 100/100 ആണ്. ഭയങ്കര കറക്റ്റ് ആയിരുന്നു. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി അടിപൊളി. Thank you കേട്ടോ. അജിൽ ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആണ്. ഫുൾ ടൈം അല്ല, ഞാൻ വീഡിയോ എഡിറ്റർ ആണ് മെയിനായിട്ട്. ഓ അത് ശരി. ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വീഡിയോ എഡിറ്റർ ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇതൊക്കെ കൊണ്ടുപോകുന്നു, മിമിക്രി കാര്യങ്ങള്. അഖിലിന്റെ സഹോദരി മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അല്ലേ? ചേച്ചി പെർഫോം ചെയ്യും. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ് ഫ്ലവേഴ്സ് ചെയ്ത്. ചേച്ചി എത്തിയിട്ടുണ്ടോ ഇവിടെ? ഇല്ല, ചേച്ചി എത്തിയിട്ടില്ല. ഇനി വരുമ്പോ ചേച്ചിനെ കൊണ്ടുവരണം കേട്ടോ. തീർച്ചയായും കൊണ്ടുവരണം. എന്താ ചേച്ചിയുടെ പേര്? അഞ്ജിത പീറ്റർ എന്നാണ്. ഓക്കെ ഓക്കെ. ചേച്ചി ആരൊക്കെ ആയിരിക്കും ഇമിറ്റേറ്റ് ചെയ്യാ? ചേച്ചി ജോത്സന, റീമ കല്ലിംഗ്, അവരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും അല്ലേ? അപ്പൊ എന്തായാലും ഇനി വരുമ്പോ ചേച്ചിയെ കൂട്ടിയിട്ട് വരണം. ഇനിയും ഒരുപാട് വേദികൾ കീഴടക്കാൻ സാധിക്കട്ടെ. ഇനി വരുമ്പോഴത്തേക്ക് കുറെ സ്റ്റാർസിനെ കൂടെ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് വരണം കേട്ടോ. തീർച്ചയായും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഗംഭീര എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? എന്റെ പ്രേക്ഷകർ എൻജോയ് ചെയ്തില്ലേ? എന്റെ ഓഡിയൻസ് എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? കൊല്ലം പുനലൂരിൽ നിന്ന് വന്ന എല്ലാ അംഗനവാടി മെമ്പേഴ്സ് എൻജോയ് ചെയ്തില്ലേ? അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളും ചിരിയും കൗണ്ടേഴ്സും ഒക്കെ ആയിട്ട് പഞ്ചുകളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും. ദിസ് ഇസ് മീ മീനാക്ഷി സുധി സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.